അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇനി അടുത്തത് തറാവീഹ് നിസ്കാരം. റമളാൻ മാസം മാത്രം പ്രത്യേകമുള്ള ഒരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫ്ര ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും തറാവീഹ് നിസ്കരിച്ചാൽ അവൻ്റെ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെടും. പരിശുദ്ധ റമളാനിൻ്റെ അലങ്കാര ആഭരണമാണ് തറാവീഹ് നിസ്കാരം. ഇശാ നിസ്കാരം നിർവഹിച്ച ശേഷം സുബ്ഹ് വരെയാണ് തറാവീഹിൻ്റെ സമയം. ഇശാ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് തറാവീഹ് നിസ്കാരം സ്വഹീഹാകുന്നതല്ല. തറാവീഹ് നിസ്കാരം 20 റക്അത്താണെന്ന് സ്വഹാബത്തിൻ്റെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. 2 റക്അത്ത് വീതം 10 സലാമോട് കൂടിയാണ് ഇത് നിർവഹിക്കപ്പെടേണ്ടത്. സാധാ ദിവസങ്ങളിൽ മുഅക്കദായ, അതായത് ശക്തിയായ റവാത്തിബ് സുന്നത്തുകൾ 10 റക്അത്താണല്ലോ. ഇവയുടെ എണ്ണത്തെ ഇരട്ടിയാക്കിയതാണ് തറാവീഹിൻ്റെ എണ്ണം. ഫത്ഹുൽ മൊയ്ൻ. തറാവീഹിൻ്റെ റക്അത്തുകൾ ഉടനെ നിർവഹിക്കണമെന്നില്ല. ഉടനെ തന്നെ നിർവഹിക്കലാണ് നല്ലത്. 4 റക്അത്ത് കഴിഞ്ഞ ശേഷം വിശ്രമിക്കാറുള്ളത് കൊണ്ടാണ് തറാവീഹ്, അതായത് വിശ്രമിക്കലുകൾ എന്ന പേര് ഇതിന് ലഭിച്ചത്. കുറച്ചു റക്അത്തുകൾ നിസ്കരിച്ച ശേഷം ബാക്കി പിന്നീട് നിസ്കരിച്ചാലും മതിയാകും. ഇടക്ക് മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളും നിർവഹിക്കാം. തറാവീഹ് 20 റക്അത്താണെങ്കിലും ആദ്യമേ കുറച്ച് മാത്രം നിർവഹിക്കാനേ ഉദ്ദേശമുള്ളൂ എങ്കിൽ പോലും 20-ൽ താഴെ നിസ്കരിച്ചാലും ആ നിസ്കരിച്ചതിന് തറാവീഹിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഷർവാനിയിലുണ്ട്. അതായത് 20 റക്അത്ത് നിസ്കരിച്ചില്ലെങ്കിലും കുറഞ്ഞ റക്അത്ത് നിസ്കരിച്ചാലും അത് സ്വഹീഹാകുന്നതാണ്, അതിന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. തറാവീഹ് നഷ്ടപ്പെട്ടാൽ പകലിലോ രാത്രിയോ റമളാൻ കഴിഞ്ഞോ എന്നും ഖളാ വീട്ടാം. ഖളാ വീട്ടൽ സുന്നത്താണ്. ഇനി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാർക്ക് ഇമാമ് നിൽക്കരുത്. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. പുരുഷൻ സ്ത്രീയെ ഇമാമാക്കാൻ പാടില്ല. ചെറിയ ആൺകുട്ടിയാണെങ്കിലും സ്ത്രീയോട് തുടർന്നാൽ നിസ്കാരം ബാത്തിലാകും. സ്ത്രീ പണ്ഡിതയോ ഹാഫിലത്തോ ഉമ്മയോ സയ്യിദത്തോ ടീച്ചറോ ആരായാലും സ്ത്രീയോട് തുടരാൻ ഒരു പുരുഷനും പാടില്ല. തറാവീഹ് നിസ്കാരം ഇരുന്നു കൊണ്ടും നിസ്കരിക്കാം. നിൽക്കാൻ സാധിക്കുന്നവർക്കും തറാവീഹ് പോലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം. ഫർള് നിസ്കാരത്തിൽ മാത്രമേ നിൽക്കൽ നിർബന്ധമുള്ളൂ. പക്ഷേ ഇരുന്നാൽ പകുതി പ്രതിഫലമേ ലഭിക്കൂ. തറയിൽ ഇരിക്കാനും നെറ്റ് തറയിൽ വെച്ച് ശരിയായ സുജൂദ് ചെയ്യാനും കഴിയുന്ന ഒരാൾ കസേരയിൽ ഇരുന്ന് സുജൂദിൻ്റെ ആംഗ്യം കാണിച്ചു നിസ്കരിച്ചാൽ ആ തറാവീഹ് നിസ്കാരം സ്വഹീഹാകുന്നതല്ല. തറാവീഹ് നിസ്കാരത്തിൽ വേഗത കുറക്കണം. പലരും തറാവീഹ് വളരെ സ്പീഡിൽ നിസ്കരിക്കാറുണ്ട്. അത് ശരിയായ ഒരു രീതിയല്ല. ഫാത്തിഹ സൂറത്തിലെ 7 ആയത്തുകളും 27 പദങ്ങളും 14 ശദ്ദുകളും 156 അക്ഷരങ്ങളും ഒന്നും കളയാൻ പാടില്ല. റുകൂഇലും ഇഅ്തിദാലിലും സുജൂദിലും 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും മറ്റും നിർബന്ധമായ തുമഅ്നീനത്ത്, അതായത് അടങ്ങി താമസിക്കൽ പോലും പലരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയായാൽ നിസ്കാരം ബാത്തിലാകും. എല്ലാ ആയത്തുകളുടെ ശേഷവും വഖഫ് ചെയ്യൽ അതിപ്രധാനമായ സുന്നത്താണ്. സലാം വീട്ടുന്നതിന് മുമ്പുള്ള തവറുക്ക് ഇരുത്തമാണ് തറാവീഹിൻ്റെ 10 അത്തഹിയ്യാത്തുകളിലും സുന്നത്ത്. അത്തഹിയ്യാത്തും സലാത്തും കഴിഞ്ഞ ശേഷം ഈ ദുആ ഒഴിവാക്കരുത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന ദുആ ഒഴിവാക്കൽ കറാഹത്താണ്. തറാവീഹ് നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കൽ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തറാവീഹ് സുന്നത്ത് തന്നെ. അതിൻ്റെ നിയ്യത്ത് ഉസല്ലി സുന്നത്ത തറാവീഹി റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. തറാവീഹ് നിസ്കാരത്തിൽ നിന്നുള്ള 2 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയിട്ട് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. ഈ 2 റക്അത്തിലും സലാം വീട്ടൽ നിർബന്ധമാണ്. ഒരു സലാമോട് കൂടി 2-ൽ കൂടുതൽ റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല. മറന്ന് കൊണ്ട് 3-ാം റക്അത്തിലേക്ക് എണീറ്റാൽ ഓർമ്മ വന്നയുടൻ ഇരിക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. മനഃപൂർവ്വം 3-ാം റക്അത്തിലേക്ക് എണീറ്റാലും നിസ്കാരം ബാത്തിലാകും. ഇമാമ് 3-ാം റക്അത്തിലേക്ക് എണീറ്റാൽ മഅ്മൂമീങ്ങൾ എണീക്കരുത്. അവർ അവിടെ ഇരിക്കണം. ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന നിയ്യത്തോടെ സ്വന്തം നിസ്കാരം പൂർത്തിയാക്കലും ഇമാമിനെ കാത്തിരിക്കലും രണ്ടും അവർക്ക് അനുവദനീയമാണെങ്കിലും ഇമാമിനെ കാത്തിരിക്കലാണ് ശ്രേഷ്ഠം.
തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ശേഷം വജ്ജഹത്ത് ഓതലും ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദ് ചൊല്ലലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതലും സുന്നത്താണ്. വജ്ജഹത്ത് ഓതുന്നില്ലെങ്കിൽ അതിന് പകരമായ ദിക്റുകൾ ചൊല്ലണം. അതിന് പകരമായ ദിക്റുകളാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകം ഫീഹ്. അതുപോലെ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. അതുപോലെ അല്ലാഹുമ്മ ബഅയിദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക. ഇവയിൽ ഏതെങ്കിലും ചൊല്ലിയാൽ മതി. ഒന്നും ചൊല്ലാതിരിക്കൽ കറാഹത്താണ്. അതുപോലെ ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദ് ഓതാതിരിക്കലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതാതിരിക്കലും കറാഹത്ത് തന്നെയാണ്. മഅ്മൂമ് ഫാത്തിഹയുടെ ശേഷം സൂറത്ത് ഓതേണ്ടതില്ല. മേൽ പറഞ്ഞത് എല്ലാ നിസ്കാരങ്ങളുടെയും വിധിയാണ്. തറാവീഹ് നിസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിക്കുന്നത് അതിപ്രധാന സുന്നത്താണ്. തറാവീഹിൻ്റെ ഇമാമിന് ഖത്മ് തീർക്കലാണ് സുന്നത്ത്. മഅ്മൂമീങ്ങളുടെ സമ്മതം ഇല്ലെങ്കിലും ഏത് പള്ളിയിലും ഇമാമിന് റമദാനിൻ്റെ 30 ദിവസം കൊണ്ട് തറാവീഹിൽ ഖത്മ് തീർക്കൽ പ്രധാന സുന്നത്താണ്. ഖത്മ് തീർക്കുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ സൂറത്തുകൾ പൂർണ്ണമാക്കി ഓതലാണ് ശ്രേഷ്ഠം. ഒരു സൂറത്ത് പൂർണ്ണമാക്കി ഓതലാണ് ശ്രേഷ്ഠം. വലിയ സൂറത്തുകളുടെ ചില ഭാഗങ്ങൾ എടുത്തു ഓതുന്നത് നല്ലതല്ല. ഫത്ഹുൽ മൊയ്ൻ. തറാവീഹ് നിസ്കാരത്തിൻ്റെ ശേഷം ഇങ്ങനെ ദുആ ചെയ്യാം: അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാന ഉതഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനന്നാർ ഇജ്അൽനാ മിൻ ഉതഖാഇക വതുലഖാഇക വഖുലസാഇക വഉമനാഇക മിനന്നാർ ഇജ്അൽനാ യാ ഇലാഹന യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു മിനസ് സുഅദാഇൽ മഖ്ബൂലീൻ വലാ തജ്അൽനാ മിനൽ അഷ്ഖിയാഇൽ മത്റൂദീൻ. അതുപോലെ റമളാൻ മാസം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇങ്ങനെയും ദുആ ചെയ്യാം: اللهم أعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا وأقاربنا من الديون والمظالم والنار. വിത്ർ നിസ്കാരം എല്ലാ ദിവസങ്ങളിലും സുന്നത്തുള്ള നിസ്കാരമാണ് വിത്ർ. റമളാനിൽ പ്രധാന സുന്നത്തുമാണ്. റമളാനിലെ വിത്റിൽ മാത്രമേ ജമാഅത്ത് സുന്നത്തുള്ളൂ. റമളാൻ രണ്ടാം പകുതിയിലെ വിത്റിൽ ഖുനൂത്ത് ഓതലും സുന്നത്താണ്. തറാവീഹ് പോലെ വിത്റിൻ്റെയും സമയം ഇശാ നിസ്കരിച്ചു കഴിഞ്ഞതു മുതൽ സുബ്ഹ് ബാങ്ക് വരെയാണ്. തറാവീഹിൻ്റെ മുമ്പും തറാവീഹ് നിസ്കാരത്തിൻ്റെ റക്അത്തുകൾക്കിടയിലും വിത്ർ നിസ്കരിക്കാം. പക്ഷേ രാത്രിയിലെ അവസാന നിസ്കാരമാക്കി വിത്റിനെ പിന്തിക്കലാണ് ശ്രേഷ്ഠമായത്. ചുരുങ്ങിയത് ഒരു റക്അത്തും കൂടിയത് 11 റക്അത്തുമാണ് വിത്ർ. ഒരു റക്അത്ത് മാത്രം നിസ്കരിക്കൽ ഖിലാഫുൽ ഔലയും ഒരു റക്അത്ത് മാത്രം നിസ്കരിച്ച് പതിവാക്കൽ കറാഹത്തുമാണ്. ചുരുങ്ങിയത് 3 റക്അത്ത് നിസ്കരിക്കലാണ് ശ്രേഷ്ഠം. ഉസല്ലി സുന്നത്തൽ വിത്രി റക്അത്തൈനി ലില്ലാഹി തആല. വിത്ർ സുന്നത്ത് നിസ്കാരത്തിലെ 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തിൽ ആദ്യം 2 റക്അത്തും പിന്നെ ഉസല്ലി സുന്നത്തൽ വിത്രി റക്അത്തൻ ലില്ലാഹി തആല, വിത്ർ സുന്നത്തിലെ 1 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തിൽ 1 റക്അത്തും നിർവഹിച്ച് 3 നിസ്കരിക്കലാണ് നല്ലത്. 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ആയില, അതായത് സബ്ബിഹിസ്മ റബ്ബിക്കൽ ആയില എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും, അതായത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും മൂന്നാമത്തെ റക്അത്തിൽ ഇഖ്ലാസ്, ഫലഖ്, നാസ്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്തുകളും ഓതലാണ് ശ്രേഷ്ഠമായത്. ഒരു രാത്രി വിത്ർ നിസ്കാരം ഒരിക്കൽ നിർവഹിച്ചാൽ അത് വീണ്ടും മടക്കി നിസ്കരിക്കൽ അനുവദനീയമല്ല. അത് അസാധുവാകും. അറിയാതെയാണ് നിർവഹിച്ചതെങ്കിൽ നിരുപാധികം സുന്നത്തായി സംഭവിക്കും. വിത്റിലെ 3 റക്അത്ത് നിസ്കരിച്ചതിൻ്റെ ശേഷം ബാക്കി 8 നിസ്കരിച്ച് പൂർത്തിയാക്കാം. അങ്ങനെ 11 റക്അത്താണ് വിത്ർ നിസ്കാരം. ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ആദ്യം ഉള്ള ഒറ്റ റക്അത്തിൽ തന്നെയാണ് ഖുനൂത്ത് ഓതൽ സുന്നത്ത്. വിത്ർ നിസ്കാരവും ഖളാ വീട്ടൽ സുന്നത്താണല്ലോ. റമളാനിലെ രണ്ടാം പകുതിയിലെ വിത്ർ റമളാൻ കഴിഞ്ഞ ശേഷം ഖളാ വീട്ടുകയാണെങ്കിൽ ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. വിത്ർ നിസ്കാരം 3 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കൽ അനുവദനീയമാണെങ്കിലും കറാഹത്താണ്. ആദ്യം 2ഉം പിന്നെ 1ഉം നിർവഹിക്കലാണ് ശ്രേഷ്ഠമായത്. ഹനഫി മദ്ഹബിൽ 3 റക്അത്തും ചേർത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്. വിത്ർ നിസ്കാരം സലാം വീട്ടിയ ഉടനെ 3 പ്രാവശ്യം ഇങ്ങനെ പറയണം: സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. ശേഷം ഇങ്ങനെ ദുആ ചെയ്യണം:
اللهم إني أعوذ برضاك من سخطك وبمعافاتك من عقوبتك وبك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا وتمن تقصيرنا واستجب دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഇഅ്തികാഫ് റമദാനിൽ പ്രത്യേകം ശ്രദ്ധ പതിയേണ്ട മറ്റൊരു പുണ്യാനുഷ്ഠാനമാണ് ഇഅ്തികാഫ്. പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നെയ്യത്തോടെ കഴിയലാണ് ഇഅ്തികാഫ്. പള്ളിയിൽ ഇരിക്കണമെന്നോ അധിക സമയം അവിടെ ചെലവഴിക്കണമെന്നോ നോമ്പ് നോൽക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, ഈ പള്ളിയിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇഅ്തികാഫിനെ കരുതി എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഇഅ്തികാഫ് ഇരിക്കൽ റമദാനിലെ അവസാനത്തെ 10 പ്രത്യേകം സുന്നത്താണ്. നിസ്കാര പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കാമെങ്കിലും ജുമുഅത്ത് പള്ളികളിലാണ് ഇഅ്തികാഫിന് ഉത്തമമായത്. റമദാൻ അല്ലാത്ത കാലത്തും നോമ്പില്ലെങ്കിലും ഇഅ്തികാഫ് ഇരിക്കാം, റമദാനിൽ അത്യുത്തമമാണെന്ന് മാത്രം. ഞാൻ ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നു എന്ന നിയ്യത്ത് അത്യാവശ്യമാണ്. പള്ളികളുമായി സദാ ബന്ധം പുലർത്തുന്നവന് അർശിൻ്റെ തണലുണ്ടാവുമെന്ന പ്രവാചകാധ്യാപനം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. എപ്പോൾ പള്ളിയിൽ കയറിയാലും ഇഅ്തികാഫിൻ്റെ നെയ്യത്ത് മറക്കരുത്. നെയ്യത്ത് വെച്ചിട്ടില്ലെന്ന് നിസ്കാരത്തിലാണ് ഓർമ്മ വന്നതെങ്കിൽ നിസ്കാരത്തിൽ ഇഅ്തികാഫിൻ്റെ നെയ്യത്ത് വെച്ചാലും ശരിയാകും. പക്ഷേ നിസ്കാരത്തിൽ വായ കൊണ്ട് മൊഴിയരുത്, നിസ്കാരം ബാത്തിലാകും. മനസ്സിൽ മാത്രം നെയ്യത്ത് കൊണ്ടുവന്നാൽ മതി. റമദാനിൻ്റെ ദിനരാത്രങ്ങളെ ദിക്റുകൾ ദുആകൾ കൊണ്ടെല്ലാം ധന്യമാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. റമദാൻ മാസം വളരെ പുണ്യമായ ഒന്നാണ് ഖുർആൻ പാരായണം. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസനത്തുൻ വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വൽ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. വിശുദ്ധ ഖുർആനിലെ ഒരക്ഷരം ഓതിയാൽ 10 കൂലിയാണ്. അലിഫ് ലാം മീം എന്നുള്ളത് ഒരക്ഷരമല്ല, അതിലെ അലിഫ് ഒരക്ഷരവും ലാം വേറെ ഒരക്ഷരവും മീം വേറൊരക്ഷരവുമാണ്. റമദാനിൽ എല്ലാ നന്മകൾക്കും 70 ഇരട്ടി പ്രതിഫലമാണെന്ന് ഹദീസിലുണ്ട്. അപ്പോൾ 19 അക്ഷരമുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് റമദാൻ മാസം ചൊല്ലിയാൽ 13,300 പ്രതിഫലം ലഭിക്കും. 156 അക്ഷരമുള്ള ഫാത്തിഹ സൂറത്ത് ഒരാൾ റമദാനിൽ ഓതിയാൽ 1,09,200 നന്മകൾ അദ്ദേഹത്തിന് ലഭിക്കും. ഇനി ഖുർആൻ പാരായണത്തിൻ്റെ അദബുകൾ. 1. ഔദു ചൊല്ലൽ, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. രണ്ടാമത്തത് ബിസ്മി ചൊല്ലൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ തൗബയുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമും ഇടക്ക് ബിസ്മി ചൊല്ലൽ കറാഹത്തുമാണ്. മൂന്നാമത്തത് കിബിലയിലേക്ക് തിരിയൽ. നാലാമത്തത് സുഗന്ധം പൂശൽ. 5. 14 സ്ഥലങ്ങളിൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ. ഈ സുജൂദിനും നിസ്കാരത്തിലെ ഷർത്തുകളെല്ലാം ആവശ്യമാണ്. പൂർണ്ണമായ ഔറത്ത് മറക്കലും ശുദ്ധിയും ഉണ്ടെങ്കിലേ ഈ സുജൂദ് പറ്റുകയുള്ളൂ. നിസ്കാരത്തിലല്ലെങ്കിൽ ഓത്തിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്തോടെ തക്ബീറത്തുൽ ഇഹ്റാമും ഒരു സുജൂദും കഴിഞ്ഞ് 2 സലാം വീട്ടണം. സുജൂദിലേക്ക് പോകുമ്പോഴും ഉയരുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്താണ്. ഇനി സുജൂദ് ചെയ്യാൻ സാഹചര്യമില്ലാത്ത ഒരവസ്ഥയിലാണെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റ് 4 പ്രാവശ്യം ചൊല്ലണം. ഖുർആൻ ഓതുന്നതിൻ്റെ അദബുകളിൽ 6ാമത്തത് വുളൂ ഉണ്ടായിരിക്കൽ. 7. ബ്രഷ് ചെയ്യൽ. 8. നല്ല വസ്ത്രം ധരിക്കൽ. 9. കൂട്ടുവായ വന്നാൽ പാരായണം നിർത്തിവെക്കൽ. 10. ഇടക്ക് സംസാരിക്കാതിരിക്കൽ, അഥവാ സംസാരത്തിനു വേണ്ടി പാരായണം മുറിച്ചാൽ വീണ്ടും ബിസ്മി ചൊല്ലി തുടങ്ങൽ. 11. ഹൃദയ സാന്നിധ്യത്തോടെ ഓതൽ. 12. മുസ്ഹഫിൻ്റെ മേലെ ഒരു വസ്തുവും വെക്കാതിരിക്കൽ. 13. കാലിനു താഴെ മുസ്ഹഫ് വരാതിരിക്കൽ. ഹൈല്, നിഫാസ്, ജനാബത്ത് ഉള്ള അവസരം ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരം ഒരക്ഷരം പോലും ഓതരുത്. എല്ലാം ഹറാമാണ്. ഖുർആൻ എന്ന ഉദ്ദേശമില്ലെങ്കിൽ, അതായത് ദിക്ർ ദുആ എന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ ഏത് ഭാഗവും ഓതാം.